വേസ്റ്റിലിട്ടോ? സാറ് വേസ്റ്റിലിട്ടോ? എന്താണ് സാർ ഇത്? ഹലോ, പഴംപൊരി കൊണ്ടുവന്നില്ലേ? അപ്പൊ അതിൽ എണ്ണ ഉണ്ടാക്കുന്നത് ഒരു പേപ്പർ എടുത്ത് അറിയാണ്ട് തുടച്ചതാണ്. എന്ന് പറഞ്ഞാൽ അത് അപേക്ഷയാണ് സാർ. കീറി ഇപ്പൊ എന്താ ചെയ്യാ? ഇതവിടെ കൊണ്ട് കാണിക്കാനാ? എന്ത് കാണിക്കണേ? എനിക്ക് ഒറ്റ മിനിറ്റ് എന്താ അങ്ങനെയൊന്നും ആവില്ല. അത് വല്ല അയൺ ബോക്സ് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യണം, ചൂട് കൊടുക്കണം. അതുകൊണ്ട് ആയിട്ട് പോയിക്കോളെ. ഇതിപ്പോ ഇങ്ങനെ കീറിന്ന് പറയും. ഇരിക്കോ സുഗതൻ? അത് കിട്ടിയോ? കിട്ടി. തരൂ, നോക്കട്ടെ. അപേക്ഷ തരൂ. അല്ല, അപേക്ഷ. അപേക്ഷയാണ്. ഇതോ ഇതോ? കുറെ നാളായി സാറെ കൊടുത്തിട്ടപ്പേ. ഇത് എങ്ങനെ ആക്കി? ഇത് എന്ത് ചെയ്തിട്ടാക്കിയതാ ഇങ്ങനെ? അത് വേറെ പേപ്പറാന്ന് കരുതിയിട്ട് കളഞ്ഞതാ. പിന്നെ തെരഞ്ഞപ്പോ ഇതാണ് അപേക്ഷ. ഓ, ഇത് കളഞ്ഞു. പിന്നീട് എടുത്തു കൊണ്ടുവന്നതല്ലേ? അത് ഈ പേപ്പറാന്ന് അറിഞ്ഞില്ല, ഏതോ വേസ്റ്റ് പേപ്പറാന്ന് കരുതി. ഏതോ ഒരു പാവപ്പെട്ടവനാ അത് കാശിന് അത്യാവശ്യമായിട്ട് ലോൺ എടുക്കാൻ നിൽക്കുക. തണ്ടപ്പേര് മാറിയതൊക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലുള്ള അപേക്ഷകളൊക്കെ വരുമ്പോഴേ അതൊക്കെ ഒന്ന് മാനിക്കുന്നത് നല്ലതാ. അത് തന്നിട്ട് പോയിട്ട് പിന്നെ മുപ്പിന് നമ്മളെ വന്ന് കാര്യങ്ങളൊന്നും പറയാത്തോണ്ട് നമ്മളങ്ങനെ ഇതിപ്പോ ശരിയാക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അപേക്ഷ മാറ്റി എഴുതി പഠിച്ച് വേണം ചെയ്യാൻ സാധിക്കും. ഈ അപേക്ഷ തന്നാൽ പിന്നെ വേറെ പറയേണ്ട കാര്യമില്ല. പറയാനുള്ളത് കൊണ്ടാണ് ഈ അപേക്ഷ തരുന്നത്. ഈ കാര്യത്തിലുണ്ട്, അപേക്ഷയിലുണ്ടായിരിക്കും അത്, കേട്ടോ? അല്ല സാറേ, ഇപ്പൊ അവിടെ തന്നിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് തരട്ടെ? എങ്ങനെ? അല്ല, ഇപ്പൊ ഒരു 5 രൂപ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 2 രൂപ സാറിന് തരാം. എത്ര? എനിക്ക് 3 രൂപ തരാം. 3 രൂപ. 1 രൂപ സൂതൻ സാറിനും ഒരു 1000 രൂപ ഞാനും എടുക്കാം. സൂതനും ഉണ്ടല്ലോ അല്ലേ? 1000 രൂപ ഉണ്ട്. തനിക്ക് 1000 രൂപ, എനിക്ക് 3. അത് തിരക്കേടില്ല, നല്ല ലാഭമുള്ള കച്ചവടം, തിരക്കേടില്ല. ഇപ്പൊ തൽക്കാലം തൻ്റെ കയ്യിലിരിക്കട്ടെ. അയ്യോ, അല്ല, അത് ഇരിക്കട്ടെ, കയ്യിലിരിക്കട്ടെ. 5 രൂപ വെച്ചോ. 5 രൂപ വെച്ചോ. അല്ല, അത് വേണ്ട, അത് തൻ്റെ കയ്യിലിരിക്കട്ടെ. ഇല്ല, എനിക്ക് വേണ്ട, ഞാൻ വേറെ അത് താൻ തന്നെ മേടിക്കുന്നതല്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അത് തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അത് അതിൻ്റെ പ്രതിഫലമൊക്കെ താൻ തന്നെ അങ്ങോട്ട് മേടിച്ചു വെച്ചാൽ മതി, കേട്ടോ? എടോ, നാണോ ഇല്ലേ നിങ്ങൾക്കൊക്കെ? നാണമുണ്ടോ? 10 രൂപ 10 രൂപ 10 രൂപ 5 കൂടി മേടിക്കാം. ആണോ? അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടല്ലേ? ഒരു സർവീസിലിരിക്കുമ്പോഴേ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ഈ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ജനം മൊത്തം ഇങ്ങനെ പറയുന്നത്, കേട്ടോ? വളരെ മോശമുള്ള കാര്യമാണ്. ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ കിമ്പളത്തിൻ്റെ പരിപാടി ഞാനത് ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ താനൊക്കെ നേരത്തെ കാശിൻ്റെ കാര്യം പറഞ്ഞു വരിക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇല്ലാന്ന് പറഞ്ഞ എൻ്റെ കാര്യം അതാ. കാരണം ഞാനിത് മേടിച്ച് വെക്കാറില്ല, എൻ്റെ ശമ്പളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതമൊക്കെ, കേട്ടോ? അപ്പം ഇത് നിങ്ങളുടെയൊക്കെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നാണം കെട്ടിടവാതെ നിൽക്കരുത്, കേട്ടോ? താനെ എനിക്ക് ചെല്ലൂടെ എണീറ്റ് പോകും ഇയാൾ. ഇയാളെന്താ പിന്നെയും കിടന്ന് കെട്ടിത്തിരിയുന്നത് തന്നെ? അങ്ങോട്ട്. താൻ ഈ അപേക്ഷ എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊണ്ടുവരണം, കേട്ടോ? എത്രയും പെട്ടെന്ന് ശരിയാക്കി ചെല്ല്. മിസ്റ്റർ സുഗതൻ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്നുകൂടെ വാ. എന്താ സാർ? ഇയാളെ ഈ ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ ടാർഗറ്റ് പൂർത്തിയാക്കിയിരുന്നു? ഇല്ല. എന്താ പൂർത്തിയാക്കാത്ത? അല്ല, ഇനി കുറച്ചും കൂടി ഉണ്ട്. ഇത് എന്ന് തീരും? ശരിയാക്കാം സാർ. ഇതിനൊക്കെ നല്ല തിരക്കാണ് അല്ലേ? നല്ല താല്പര്യമുണ്ട്. ഇത്തരം പരിപാടികളൊന്നും ചെയ്യില്ല. അല്ല, ശരിയാക്കാം സാർ. ഈ മൊയ്ത് പൂർത്തീകരിച്ചിരുന്നു? ഇല്ലെന്നാ തോന്നുന്നു. ഇല്ലെന്നാ പറഞ്ഞു. ഇല്ല. ഹലോ. മിസ്റ്റർ മൊയ്തു. സാർ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എൻ്റെ ക്യാബിൻ വരണേ, ഒന്ന് വരണം, കേട്ടോ? ശരി സാർ.
എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ വേണോ? വേണ്ട വേണ്ട, പോയോട്ടെ. എന്തൊക്കെ ആവോ? ഒന്ന് ഇവിടെ വരൂ. ഈ ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ ടാർഗറ്റ് പൂർത്തിയാക്കിയിരുന്നു. സാറേ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൂർത്തീകരിക്കും. ഇത് ഈ ദിവസം വൈകുന്നേരങ്ങൾ ഇങ്ങനെ മാറി മാറി വരികയാണല്ലോ. ഇത് പൂർത്തീകരിക്കാനുള്ള ഉദ്ദേശം ഇല്ലേ? ചെയ്യണത് അത് എപ്പോ? അല്ല, ഇവിടുത്തെ പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം ചെയ്യാന്ന് കരുതി. അപ്പൊ ഇയാൾ ഈ പരിപാടി ചെയ്യാനുള്ള പദ്ധതിയേ ഇല്ല അല്ലേ? അതെ, ഈ തഹസിൽദാരും കളക്ടറൊക്കെ എന്നെയാണ് വിളിച്ച് വഴക്ക് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? ഏറ്റവും താഴെ കിടക്കുന്നത് നമ്മുടെ വില്ലേജാ. ഇതൊക്കെ കേൾക്കുന്നത് ഞാൻ. സാറേ, ഞങ്ങളെന്താ സാറേ ചെയ്യാൻ? അല്ല, ഞങ്ങളിപ്പോൾ ഇത് പഞ്ചായത്തിൽ വിളിച്ചിട്ട് പുതിയ ബിൽഡിംഗ് പ്ലാനിനെ കുറിച്ചിട്ട് അന്വേഷിച്ചാൽ അവര് ഞങ്ങളെ ഈ സത്രരാജ്യത്തെ ആൾക്കാരെ പോലെ കാണുന്നത്. അപ്പൊ ഇത് ഈ മണ്ടോതിരി ക്ലിയർ ചെയ്തല്ലോ, ടാർഗറ്റ് പൂർത്തീകരിച്ച് അവര് റിപ്പോർട്ട് തന്നല്ലോ. അതെങ്ങനെയാന്നാ പറയാത്തത്? മനസ്സിലാവുള്ളത്. അപ്പൊ വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. അതാണ്. അതാ, അത് വേണമെന്നൊന്ന് വിചാരിക്കും. എന്തായാലും ശമ്പളമൊക്കെ മേടിച്ച് പോകുന്നേ. എന്തെങ്കിലുമൊക്കെ കേട്ടോ, എന്തെങ്കിലും ഒന്ന് വർക്കൊക്കെ ചെയ്യണം കേട്ടോ. നമ്മളങ്ങനെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വില്ലേജിന്റെ പേരും പ്രസിദ്ധിയൊക്കെ ഒന്ന് ഉയരും കേട്ടോ. ശമ്പളം മേടിച്ച് തന്നുകൊണ്ട് അത് പുട്ടടിച്ച് ശമ്പളവും കിമ്പളവും ഒക്കെ കിട്ടുമല്ലോ. സാറേ, ടാർഗറ്റ് തയ്ക്കപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ഒറ്റ വഴിയുള്ളൂ. എന്ത്? പഞ്ചായത്തിൽ എഞ്ചിനീയർ സെക്ഷനിൽ പോയിട്ടേ വീടുകളുടെ ഡീറ്റെയിൽസും മണി കൊണ്ട് കളക്ട് ചെയ്യാം. അത് കിട്ടുമോ? പിന്നെ കാര്യം നടക്കണ്ടേ? നിങ്ങൾ നോക്കിക്കോ. കുറെ കേട്ട്. എന്തിന്? ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് ചിരിക്കാണ്. ചിരിക്കൊന്നും വേണ്ട, 2 ദിവസം അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ടാർഗറ്റ് റെഡിയാക്കും. മാഡം. യെസ്. എന്താ വന്നത്? ആണല്ലേ? അതെ, ഞാൻ വില്ലേജ് ഓഫീസിലൊരു സ്റ്റാഫ്. എനിക്ക് അറിയാലോ. അല്ല, ഞാൻ വന്നത് മറ്റേ മേഡത്തിൻ്റെ സൈറ്റ് നോക്കാനേ. ഞാൻ നാളെ വരാം. വിളിച്ചു പറഞ്ഞിട്ട് സൗകര്യം അനുസരിച്ചിട്ട് എപ്പോഴാച്ചാൽ ഞാൻ വന്നോളാം. ഓ, ഇനി അതിൻ്റെ ആവശ്യമില്ല. ഞാനേ ശീതളൻ സാറിനെ കണ്ടിരുന്നു. അതല്ലേ? അല്ല, ഇപ്പൊ എന്തിനാ വന്നത്? ഞാൻ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ പഞ്ചായത്തിലെ പണി കഴിച്ച വീടുകളുടെ വിവരം എന്നറിയാൻ വന്നതാ, നികുതി പിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടേ. ഓ, വീടുകളുടെ വിവരം അറിയാം. അതെ അതെ. നികുതി പിരിക്കാൻ അല്ലേ? ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻ ഇല്ല. അല്ല, മേഡം കഴിഞ്ഞൊന്നും മനസ്സിൽ വിചാരിക്കുന്നത്, നമ്മളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ. അതെനിക്കറിയാലോ. ആ ഒരു പരിഗണന വെച്ചിട്ട് നമ്മൾ ശ്രമിച്ചാലും അത് കിട്ടില്ലേ? അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിവരാവകാശം വഴി ഒന്ന് കൊടുത്തു നോക്കൂ. വിവരാവകാശം വഴി അല്ലേ? അല്ലാണ്ട് മേഡം വിചാരിച്ചാൽ നടക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ പ്രൊവിഷൻ ഉണ്ടെങ്കിലും ഞാൻ വിചാരിക്കില്ല. ഈ വിവരാവകാശം വഴി നമുക്കിത് ലഭിക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കാനുണ്ടല്ലോ. കുറച്ച് സമയം എടുക്കും. 30 ദിവസം ഇല്ലേ? 30 ദിവസേ ഉണ്ടല്ലോ. അപ്പോഴേക്കും കിട്ടുമായിരിക്കും. 30 ദിവസം.